പേഴ്സണൽ ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഹോമിനിഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹോമിനിഡ്സും തമ്മിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഹോമിനിഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് 2 lines of evidence that suggest an African origin for hominids. ഹോമിനിഡ്സുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോമിനിഡ്സിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഹോമിനിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒറിജിൻ ചെയ്ത് ആഫ്രിക്കയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ ഈ ജീവവർഗം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ആഫ്രിക്കയാണ് ഈ ജീവവർഗത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്നതിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ആവശ്യമായ തെളിവുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. 2 പ്രധാനപ്പെട്ട തെളിവുകൾ നമുക്ക് നോക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ആഫ്രിക്കൻ ഏപ്സ് ദാറ്റ് ആർ മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹോമിനോയിഡ്സ് എന്നാണ്. അതായത് ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള മനുഷ്യക്കുരങ്ങുകൾക്ക് ഹോമിനിഡ്സിനോട് സാദൃശ്യമുണ്ട്. അതായത് ആഫ്രിക്കയിലെ ആൾക്കുരങ്ങുകൾക്ക് ഏത് ഗ്രൂപ്പുമായിട്ട് സാമ്യമുണ്ട്? ഈ ഹോമിനിഡ്സുമായിട്ട് സാമ്യമുണ്ട്. ഇനി രണ്ടെന്ന് വെച്ചാൽ, ദ ഏർലിയസ്റ്റ് ഹോമിനിഡ് ഫോസിൽ വിച്ച് ബിലോങ് ടു ദ ആസ്ട്രലോപിത്തക്കോസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ആർ ഡേറ്റ് ബാക്ക് ടു അബൌട്ട് 5.6 മില്യൺ ഇയേഴ്സ് അഗോ. ഇനി നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോസിൽ ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റേതാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഹോമിനിഡ്സിനകത്തുള്ള അടുത്തൊരു ജെനുസ് അല്ലെങ്കിൽ അടുത്തൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏത് പേരിൽ ആസ്ട്രലോപിത്തക്കസ് എന്ന് വിളിക്കുന്നത്. ആ ആസ്ട്രലോപിത്തക്കസിൻ്റെ ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ഒരു ഫോസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ആ ഫോസിൽ നമ്മൾ പഠിച്ചപ്പോഴേക്കും അതിൻ്റെ കാലപ്പഴക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.6 മില്യൺ ഇയേഴ്സ് എഗോയാണ്. അല്ലെങ്കിൽ അത്രത്തോളം വർഷം പഴക്കം നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, ആ വസ്തുവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഫോസിൽസ് ഫൗണ്ട് ഫ്രം ഔട്ട്സൈഡ് ആഫ്രിക്ക. ആഫ്രിക്കയ്ക്ക് പുറത്തുനിന്ന് നമ്മൾ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ഫോസിൽസ് പരിശോധിച്ചപ്പോഴേക്കും അവയുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത് വെറും 1.8 മില്യൺ ഇയേഴ്സാണ്. അതായത് 1.8 മില്യൺ ഇയേഴ്സ്. അപ്പോൾ അതിനേക്കാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ എന്തുണ്ടായിരുന്നു? ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന ജീവവർഗം ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുക. ആഫ്രിക്കയിലാണ് ഹോമിനിഡ്സ് ഉത്ഭവിച്ചത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്കൻ ഏപ്സ് അല്ലെങ്കിൽ ആഫ്രിക്കയിലുണ്ടായിരുന്ന ആൾക്കുരങ്ങുകൾക്ക് ഹോമിനിഡ്സുമായിട്ട് സാമ്യമുണ്ട്. ഈ ആൾക്കുരങ്ങുകൾ ഏകദേശം നമുക്ക് ആൾക്കുരങ്ങുകളുടെ ഒരു രൂപം, അതേ രൂപത്തിലാണ് ഏതുണ്ടായിരുന്നത് ഈ ഹോമിനിഡ്സ് ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2, ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഫോസിൽ നമ്മൾ പരിശോധിച്ചപ്പോഴേക്കും അതിന് 5.6 മില്യൺ ഇയേഴ്സ് പഴക്കം കാണുന്നുണ്ട്. എന്നാൽ ആഫ്രിക്കയ്ക്ക് പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന ജീവജാലങ്ങൾ, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ പുറത്തുനിന്ന് നമ്മൾ നോക്കിയ മനുഷ്യൻ്റെ ഫോസിൽസ് നോക്കിയാൽ അതിന് 1.8 മില്യൺ വർഷം മാത്രമേ പഴക്കം കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ആസ്ട്രലോപിത്തക്കസ്. നമ്മളിപ്പോൾ പറഞ്ഞ ആസ്ട്രലോപിത്തക്കസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്താണെന്നാണ്. അപ്പോൾ നമ്മുടെ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഹോമിനിഡ്സിനകത്തുള്ള ഒരുപാട് സബ് ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അതിന് നമ്മൾ ജെനുസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ജെനുസുകളാണ്. ഒന്ന് ആസ്ട്രലോപിത്തക്കസും മറ്റൊന്ന് പറഞ്ഞാൽ ഹോമോ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിൽ ആസ്ട്രലോപിത്തക്കസ് ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആസ്ട്രലോപിത്തക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ വാക്കായ ആസ്ട്രൽ ദാറ്റ് മീൻ സതേൺ ആൻഡ് ഗ്രീക്ക് വേർഡ് പിത്തേക്കസ് മീനിങ് ആപ്പ് എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ഏതുണ്ടായത്? ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്നത്. ആസ്ട്രലോപിത്തക്കസ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് 2 വേർഡ്സ് ആണ്, ആസ്ട്രൽ ആൻഡ് പിത്തേക്കസ്. ആസ്ട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയുള്ള വാക്കായ ആസ്ട്രലിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സതേൺ എന്നാണ്. ദെൻ ഗ്രീക്ക് വേർഡായിട്ടുള്ള പിത്തേക്കസ് മീനിങ് ആൾക്കുരങ്ങ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനുള്ള വാക്കിൽ നിന്നാണ് നമ്മൾ ഏതിനെ കിട്ടിയ ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ലാറ്റിൻ വേർഡായിരുന്ന ആസ്ട്രലിൻ്റെ മീനിങ് സതേൺ എന്നാണ്. ഗ്രീക്ക് വേർഡായിട്ടുള്ള പിത്തേക്കസ് മീനിങ് ആപ്പ് എന്ന് വെച്ചാൽ ആൾക്കുരങ്ങാണ്. അപ്പോൾ സതേണിലുള്ള ആൾക്കുരങ്ങ് എന്നാണ് ഏതിൻ്റെ മീനിങ്? ഈ പറയുന്ന ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. ദേ റീറ്റെയിൻഡ് മെനി ഫീച്ചേഴ്സ് ഓഫ് ആപ്സ്. ഇതിൻ്റെ പ്രത്യേകത, ആൾക്കൂരങ്ങുകളോട് ഒരുപാട് സാമ്യം നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ഈ ആസ്ട്രലോപിത്തക്കസിൽ കാണാനായിട്ട് സാധിക്കും. ദേ റീറ്റെയിൻഡ് മെനി ഫീച്ചേഴ്സ് ഓഫ് ആപ്സിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ലോങ് ഫോർ ലിംബ്സ്, കർവ്ഡ് ഹാൻഡ്സ് ആൻഡ് ഫുഡ് ബോൺസ് സ്യൂട്ടഡ് ടു ലൈഫ് ഓൺ ട്രീസ്.
മിക്കവാറും എല്ലാം ഈ ജീവി അല്ലെങ്കിൽ ആസ്ട്രേലിയപ്പിത്തക്കസ് മരങ്ങളിലാണ് ജീവിച്ചത്. കാരണം വെച്ചാൽ ഈ പറയുന്ന ജീവജാലത്തിന് മരത്തിന് കയറാനും അല്ലെങ്കിൽ മരത്തിൽ വസിക്കാനുമായിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു എന്തുണ്ടായിരുന്നു, അതിനൊരു സവിശേഷതകളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കുക. ലോങ് ഫോർ ലിംസ്, കർവ്ഡ് ഹാൻഡ്സ്, ചുറ്റി പിടിച്ചിരിക്കാനുള്ള കൈകളുണ്ടായിരുന്നു. ഫുഡ് ബോൺസ്, നല്ല ശക്തിയുള്ള കാലിലെ എല്ലുകളുണ്ടായിരുന്നു. സ്യൂട്ടഡ് ടു ലൈഫ് ഓൺ ട്രീസ്, ഇതെല്ലാം എന്തിന് സഹായിച്ചു? മരങ്ങളിൽ കയറി ജീവിക്കാനായിട്ട് സഹായിച്ചു. ലോങ് ഫോർ ലിംസ് ഉണ്ടായിരുന്നു, നല്ല വിശാലമായിട്ടുള്ള നീളമുള്ള കൈകാലുകളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ കർവ്ഡ് ഹാൻഡ്സ്, അതായത് ചുറ്റി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളഞ്ഞ കൈകളുണ്ടായിരുന്നു. ദെൻ ഫുഡ് ബോൺസ്, കാലുകളിലെ ബോണുകൾ, ശക്തിയുള്ള ബോണുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കൊരു ആൾക്കുരങ്ങിന്, നമ്മൾ ചിമ്പൻസി ഗൊറില്ലയെ കണ്ടില്ലേ, അതേപോലുള്ള ഒരു ആൾക്കുരങ്ങിനോട് സാമ്യമുള്ള ജീവിയായിരുന്നു ആസ്ട്രേലിയപ്പിത്തക്കസ്. അപ്പോൾ അതിന് മരങ്ങളിൽ കയറി ജീവിക്കാനുള്ളൊരു ചുറ്റുപാട് ഉണ്ടായിരുന്നതിന് സവിശേഷത ഉണ്ടായിരുന്നു. ദേ ഹാവ് എ സ്മോൾ ബ്രെയിൻ, അവയ്ക്കിടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിന് സൈസ് വളരെ കുറവാണ്, ചെറിയ തലച്ചോറാണ്. ഹെവിയർ ജോസ്, പക്ഷേ അവരുടെ താടിയെല്ലുകൾ വലുതായിരുന്നു അല്ലെങ്കിൽ കട്ടിയുള്ള ആയിരുന്നു. ആൻഡ് ലാർജർ ബാക്ക് ടീത്ത്, അതിനോടൊപ്പം തന്നെ വലിയ പല്ലുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ആസ്ട്രേലിയപ്പിത്തക്കസിന് കാണാൻ പറ്റും. അപ്പോൾ ആസ്ട്രേലിയപ്പിത്തക്കസിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കിയാൽ സ്മോൾ ബ്രെയിനാണ് അല്ലെങ്കിൽ ചെറിയ ബ്രെയിൻ സൈസാണ്, പക്ഷേ കട്ടിയുള്ള പല്ലുകൾ, കട്ടിയുള്ള ഒരു തരം എന്തുണ്ടായിരുന്നു, ജോസ് അല്ലെങ്കിൽ താടിയെല്ലുകളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ലാർജർ ബാക്ക് ടീത്ത്, വിശാലമായ വലിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളൊക്കെ കാണാൻ പറ്റും. 5.6 മില്യൺ ഇയേഴ്സിലാണ് ഇത് ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഫോസിൽസ് ഡിസ്കവേർഡ് ഫ്രം ഓൾഡുബൈ ജോർഗ് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ബൈ മേരി ആൻഡ് ലൂയിസ് ലീക്ക്. ഇതിൻ്റെ ഫോസിൽസ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ഓൾഡുബൈ ഗോർജ് ഇൻ ഈസ്റ്റ് ആഫ്രിക്കയിലെ ഓൾഡുബൈ ഗോർജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നാലെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ആസ്ട്രേലിയപ്പിത്തക്കസിന് പറയുന്ന വാക്കുണ്ടായത് രണ്ട് വേർഡിൻ്റെ കോമ്പിനേഷനാണ്, രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടാണ്. ലാറ്റിൻ വേർഡായിരുന്ന ഓസ്ട്രൽ, ദാറ്റ് മീനിങ് സതേൺ. ദെൻ ഗ്രീക്ക് വേർഡായിട്ടുള്ള പിത്തേക്കസ്, ദാറ്റ് മീൻ ഏപ്പ്. അപ്പോൾ സതേൺ സൈഡിലുണ്ടായിരുന്ന വാനരൻ എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ ആസ്ട്രേലിയപ്പിത്തക്കസിനെ വിളിക്കുന്നത്. പ്രത്യേകം നോക്കിയാൽ മനുഷ്യക്കുരങ്ങുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സവിശേഷതകൾ ഈ ജീവിക്കുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? അതിന് മരങ്ങളിൽ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള, മരങ്ങളിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കട്ടിയുള്ള കാലുകളിലും പിന്നെ വളഞ്ഞ് ഉള്ള കൈകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ജീവിയായിരുന്നു ആസ്ട്രേലിയപ്പിത്തക്കസ് എന്ന് പറയുന്നത്. പക്ഷേ ബ്രെയിൻ സൈസ് വളരെ കുറവും, അതേസമയം പല്ലുകളും അതിനുള്ള താടിയെല്ലുകളും വളരെ ശക്തമായിട്ടുള്ള താടിയെല്ലുകളും പല്ലുകളും ഒക്കെ ഈ ജീവിയുടെ പ്രത്യേകതകളായിരുന്നു എന്ന് പറയാം. ഇനി നമ്മളടുത്ത് പറയുന്നത് ഈ പറയുന്ന ഓൾഡുബൈ ഗോർജ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നിന്നും ആസ്ട്രേലിയപ്പിത്തക്കസിനെ എങ്ങനെയാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾഡുബൈ ജോർജ് വാസ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ ദ ഏർലി 20th century ബൈ എ ജർമ്മൻ ബട്ടർഫ്ലൈ കളക്ടർ. ഈ ഫോസിൽ കണ്ടെത്തിയ പ്രദേശത്തെയാണ് നമ്മൾ ഓൾഡുബൈ ഗോർജ് എന്ന് പറയുന്നത്. ഓൾഡുബൈ ഗോർജിൻ്റെ ആ ഒരു പ്രദേശം ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 20ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ബട്ടർഫ്ലൈ കളക്ടറാണ്. അതായത് ചിത്രശലഭങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ജർമ്മൻ ബട്ടർഫ്ലൈ കളക്ടറാണ് ഈ പ്രദേശം ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. However, Olduvai has come to be identified with the Mary and Louis Leakey, who worked here for over 14 years. പക്ഷേ ഈ പുള്ളിയാണിത് കണ്ടെത്തിയെങ്കിലും ഈ പറഞ്ഞ ഓൾഡുബൈ അറിയപ്പെടുന്നത് രണ്ട് ആൾക്കാരുടെ പേരിലാണ്. ഒന്നാമത്തെ ആളുടെ പേര് മേരി എന്നും രണ്ടാമത്തെ ആളുടെ പേര് ലൂയിസ് ലീക്കി എന്നുമാണ്. ഹൂ വർക്ക്ഡ് ഹിയർ ഫോർ ഓവർ 14 years. ഈ പ്രദേശങ്ങളിൽ 40 വർഷത്തോളം ഇവരെന്ത് ചെയ്തു? ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇറ്റ് വാസ് മേരി ലീക്കി ഹൂ ഡയറക്റ്റഡ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് അറ്റ് ഓൾഡുബൈ ആൻഡ് ലെറ്റോയിൽ ആൻഡ് ഷീ മേഡ് സം ഓഫ് ദ മോസ്റ്റ് എക്സിസ്റ്റിംഗ് ഡിസ്കവറീസ്. ഈ പറയുന്ന പ്രദേശങ്ങൾ ഓൾഡുബൈയിലും അതിനോടൊപ്പം തന്നെ ലെറ്റോലി എന്ന് പറയുന്ന സ്ഥലത്തുമെല്ലാം പ്രധാനമായിട്ടും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് അല്ലെങ്കിൽ പുരാവസ്തുപരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുകയും അതിനെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്ത് മേരി ലീക്കി എന്ന് പറയുന്ന മേരിയും അതിനോടൊപ്പം തന്നെ ലീക്കി എന്ന് പറയുന്ന ആളുമാണ്. അവർ ഈ പ്രദേശങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങൾ നോക്കി കണ്ടെത്തുകയും അവിടെ ഗവേഷണങ്ങൾ നടത്തിയതിന് ശേഷം ഒരുപാട് ഡിസ്കവറീസ് അല്ലെങ്കിൽ സം ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഡിസ്കവറീസ്, വളരെ അതിശയപ്പെടുത്തുന്ന ഒരുപാട് ഡിസ്കവറീസ് അവർ കണ്ടെത്തുകയൊക്കെ ചെയ്തു, കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തു. ദാറ്റ് ഈസ് ഇൻ 1959 July 17 ദേ ഡിസ്കവേർഡ് ആസ്ട്രേലിയപ്പിത്തക്കസ്. 1959 ജൂലൈ 17 എന്ത് ചെയ്യപ്പെട്ടവർ ആസ്ട്രേലിയപ്പിത്തക്കസിൻ്റെ ഫോസിൽസ് എവിടെ നിന്ന് കണ്ടെത്തി? ഓൾഡുബൈ ജോർജിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു.
അപ്പോൾ രണ്ടാൾക്കാരുടെ പേര് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ മേരി, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയി ലീക്കി. ഹൂ വർക്ക്ഡ് ഹിയർ ഫോർ 14 years, 40 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്. ഒന്നാമത്തെ ആളിൻ്റെ പേരെന്ന് പറയുന്നത് ലൂയിസ് എന്ന് പറയുന്ന ആളും ലൂയിസ് ലീക്കി എന്ന് പറയുന്ന ആളും, രണ്ടാമത്തെ ആളെന്ന് വെച്ച് ഒന്നാമത്തെ ആൾ മേരിയും രണ്ടാമത്തെ ആൾ ലൂയി ലീക്കി എന്ന് പറയുന്ന ആളുമാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജനുസായിട്ടുള്ള ഹോമോ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആസ്ട്രേലിയപിത്തക്കസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് ഹോമോ എന്ന് പറയുന്നത്. ഹോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡ് ഹോമോ മീനിങ് മാൻ. ഹോമോ എന്ന് പറയുന്നത് ലാറ്റിൻ വാക്കാണ്. അതിന് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ മാൻ എന്നാണ്. ദേ ഹാവ് ലാർജ് ബ്രെയിൻ. ഹോമോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വിശാലമായിട്ട് വലിയ ബ്രെയിനാണ്, വലിയ തലച്ചോറാണ്. ജോസ് വിത്ത് എ റെഡ്യൂസ്ഡ് ഔട്ട്വാർഡ് പ്രോസ്ട്രൂഷൻ ആൻഡ് സ്മാളർ ടീത്ത്. ജോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താടിയിലുകൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിലിരിക്കുന്നതാണ്. അതിൻ്റെ സ്മാളർ ടീത്ത്, അതിന് വളരെ ചെറിയ പല്ലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2.5 million, ഏകദേശം 2.5 മില്യൺ ഇയേഴ്സ് ഒക്കെയാണ് ഇതിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ മീനിങ് മാൻ എന്നാണ് അതിൻ്റെ മീനിങ്. അതൊരു ലാറ്റിൻ വാക്കാണ്. ഓക്കെ. അപ്പോൾ ഹോമോയുടെ പ്രത്യേകത നോക്കുക. ലാറ്റിൻ വാക്കായിട്ടുള്ള ഹോമോയുടെ മീനിങ് മാൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്നാണ്. ദേ ഹാവ് ലാർജ് ബ്രെയിൻ. അവർക്ക് വിശാലമായിട്ടുള്ള വലിയ ബ്രെയിനാണ്, വലിയ തലച്ചോറാണ്. ജോസ് വിത്ത് എ റെഡ്യൂസ്ഡ് ഔട്ട്വേർഡ് പ്രൊട്രൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്തി നിൽക്കുന്ന അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. റെഡ്യൂസ്ഡ് ഔട്ട്വേർഡ് പ്രൊട്രൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതായിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ആൾക്കുരങ്ങിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല്ലുകൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രീതിയിൽ ആണ് നമുക്ക് ആൾക്കുരങ്ങിനെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഹോമോയുടെ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അധികം തള്ളിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ആസ്ട്രേലിയപിത്തക്കസിനെ പോലെ അത്രത്തോളം പുറത്തേക്കുള്ളൊരു തള്ളലൊന്നുമില്ല. അതായത് കട്ടി കുറഞ്ഞ പല്ലുകളും ചെറിയ പല്ലുകളും അതിനോടൊപ്പം തന്നെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു താടിയിലുകളൊക്കെയാണ് നമുക്ക് ഹോമോയിൽ കാണാൻ സാധിക്കുന്നത്. 2.5 മില്യൺ ഇയേഴ്സാണ് ഇവരുടെ ഒരു കാലഘട്ടമായിട്ട്, അല്ലെങ്കിൽ ഉത്ഭവിച്ച കാലഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഹോമോയിൽ പല ടൈപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിന് നമ്മൾ വിളിക്കുന്നത് ഹോമോ ഹാബിലിസ് എന്നാണ്. ഹോമോ ഹാബിലിസിൻ്റെ പ്രത്യേകത ഒറിജിനേറ്റ് അറൗണ്ട് 2.2 മില്യൺ ഇയേഴ്സ്, 2.2 മില്യൺ ഇയേഴ്സ് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ്. മീനിങ് ടൂൾ മേക്കർ. ആ ഒരു ഹോമോ ഹാബിലിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു വിഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ടൂൾ മേക്കർ എന്നുള്ള മീനിങ്ങിലാണ്. ഹോമോ ഹാബിലിസിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ടൂൾ മേക്കർ എന്നാണ്. ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവൻ എന്നാണ് എൻ്റെ മീനിങ്. ഫോസിൽസ് ഫൗണ്ട് ഒമോ ഇൻ എത്യോപ്യയിലെ ഒമോ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾഡ് വൈ ഗോർജ് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക, ഈ പ്രദേശത്തു നിന്നൊക്കെ ഹോമോ ഹാബിലിസിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഹോമോ എറക്റ്റസ് ആണ്. ഒറിജിനേറ്റഡ് അറൗണ്ട് 1.8 മില്യൺ ഇയേഴ്സ് എഗോ. ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹോമോ എറക്റ്റസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് 1.8 മില്യൺ ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. മീനിങ് അപ്രൈറ്റ് മാൻ, നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ ഹോമോ എറക്റ്റസിനെ വിളിക്കുന്നത്. ഫോസിൽസ് ഫൗണ്ട് ഫ്രം ആഫ്രിക്ക ആൻഡ് ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഫോസിൽസ് കിട്ടിയത്. പ്രധാനമായിട്ടും കൂബിഫോറ ആൻഡ് വെസ്റ്റ് തുർക്കാൻ, കെനിയ, മോഡ്ജോകെർത്തോ, സാങ്കിരാൻ, ജാവ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെയാണ് നമുക്ക് ഹോമോ എറക്റ്റസിൻ്റെ പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശങ്ങൾ. ഇതിൽ ഒന്ന് രണ്ട് ഏരിയാസ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഫോസിൽസ് പ്രധാനമായിട്ടും കിട്ടിയ സ്ഥലങ്ങൾ നോക്കുക. ആഫ്രിക്ക, ഏഷ്യ എന്നീ കോണ്ടിനെൻറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോസിൽസ് കിട്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കിയാൽ കൂബിഫോറ, വെസ്റ്റ് തുർക്കാൻ, കെനിയ, മോഡ്ജോകെർത്തോ, സാങ്കിരാൻ, ദെൻ ജാവ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഹോമോ എറക്റ്റസിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. അടുത്ത ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്നത് ഹോമോ ഹൈഡൽബർജിൻസിസ് എന്നാണ്. ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നോക്കുക. ഹോമോ ഹൈഡൽബർജിൻസിസ്, അതിൻ്റെ ഒരു കാലഘട്ടം നമ്മൾ വിളിക്കുന്നത് 0.8 to 0.1 മില്യൺ ഇയേഴ്സ് ആ ഒരു കാലഘട്ടമാണ്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പ് ഹോമോ നിയാണ്ടർതാലിനിസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു കാലഘട്ടം 1,30,000 മുതൽ 35,000 വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. ദെൻ യൂറോപ്പ്, വെസ്റ്റേൺ സെൻട്രൽ ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ഹോമോ നിയാണ്ടർതാലിനിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹോമോ ഹൈഡൽബർജിൻസിസ് എന്ന് പറയുന്നത് അത് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. എന്നാൽ ഹോമോ നിയാണ്ടർതാലിനിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിരിക്കുന്നത് വെസ്റ്റേൺ സെൻട്രൽ ഏഷ്യ പ്രദേശങ്ങളിൽ നിന്നാണ്.
ഇനി അടുത്ത ഗ്രൂപ്പ് ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ് എന്ന് വെച്ചാൽ മനുഷ്യരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും സാമ്യമുള്ള ജീവവർഗ്ഗമാണ്. 0.8 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അവരുടെ കാലഘട്ടം. വൈസ് മാൻ, ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് അതിൻ്റെ മീനിങ്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഹോമോസാപ്പിയൻസിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹോമോസാപ്പിയൻസ് 0.8 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അവരുടെ കാലഘട്ടം. വൈസ് മാൻ അല്ലെങ്കിൽ ബുദ്ധിമാനുള്ള മനുഷ്യൻ എന്നാണ് എൻ്റെ മീനിങ്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ആർക്കിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഓരോ പ്രദേശത്തു നിന്നും കണ്ടെടുക്കുന്ന ഈ പറയുന്ന ജീവജാലങ്ങളുടെ ഫോസിൽസൊക്കെ വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് എങ്ങനെയാണ് അതിന് ആ ഒരു പേര് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓൾ ദ നെയിംസ് ഗിവൺ ബൈ സയൻറ്റിസ്റ്റ് ടു സ്പീഷീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വേർഡ്സ്. മിക്കവാറും ഈ പറയുന്ന സ്പീഷ്യസുകൾക്ക് പേര് കൊടുക്കുന്നത്, സയൻറ്റിസ്റ്റുകൾ പേര് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് വാക്കുകൾ കൂടിയാണ്. നെയിംസ് ആർ സംടൈംസ് ഡിറൈവ്ഡ് ഫ്രം ദെയർ ക്യാരക്ടറിസ്റ്റിക്. ചിലപ്പോൾ ആ ജീവവർഗത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്നും അവയ്ക്ക് പേര് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളത് പറഞ്ഞു, സോ ഫോസിൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഹോമോ ഹാബിലസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമോ ഹാബിലസ് എന്ന് വെച്ചാൽ ടൂൾ മേക്കർ എന്നാണ്. അപ്പോൾ അവർക്ക് ടൂൾ മേക്കിങ്ങിനുള്ള കഴിവുള്ളതുകൊണ്ട് അവർ നമ്മളേത് പേര് വിളിച്ചു? ഹോമോ ഹാബിലസ് എന്ന പേരിൽ വിളിച്ചു. ദെൻ ഹോമോ എറക്റ്റസ്, ഇതെല്ലാം ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമോയുടെ മീനിങ് പറഞ്ഞു, അത് ലാറ്റിൻ വേർഡാണ്. അപ്പോൾ ലാറ്റിൻ ഗ്രീക്ക് വാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ ഹോമോ ഹാബിലസ് എന്ന് വെച്ചാൽ ടൂൾ മേക്കർ, അതായത് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ടായിരുന്ന ജീവവർഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ ഏത് പേര് കൊടുത്തു? ഹോമോ ഹാബിലസ് എന്ന പേര് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ഹോമോ എറക്റ്റസ്, ദ ബ്രൈറ്റ് മാൻ എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ ഫോസിലിറ്റി. ഇപ്പോൾ നമ്മൾ അതിനെ ഏത് പേര് വിളിച്ചു? ഹോമോ എറക്റ്റസ് എന്ന് വിളിച്ചു. ദെൻ ഹോമോ സാപ്പിയൻസ്, വൈസ് ആൻഡ് തിങ്കിങ് മാൻ, ബുദ്ധിയുള്ളതും ചിന്തിക്കാനുള്ള കഴിവുള്ള ഗ്രൂപ്പ് വന്നപ്പോഴേക്കും നമ്മൾ അതിനെ ഹോമോ സാപ്പിയൻസ് എന്ന പേരിൽ വിളിച്ചു. In some instances, the names of fossils are derived from the places where the first fossils of a particular type was found. ചില അവസരങ്ങളിൽ നമുക്ക് ഈ ആദ്യമായിട്ട് ഏത് പ്രദേശത്തു നിന്നാണോ ഫോസിൽ കിട്ടുന്നത് ആ സ്ഥലത്തിൻ്റെ പേരോട് ചേർത്തുകൊണ്ട് നമ്മൾ എന്തിനെ വിളിക്കാറുണ്ട്? ഈ സ്പീഷീസിനെ, ഫോസിൽസിനെ അറിയപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ചു ഒരു ഹൈഡൽബർഗ് എന്ന് പറയുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ജർമ്മനിയിലുണ്ടായിരുന്ന ഒരു സിറ്റിയാണ് ഹൈഡൽബർഗ് എന്ന് പറയുന്നത്. അവിടെ നിന്നും കണ്ടെത്തിയ ഫോസിൽസിന് നമ്മൾ വിളിച്ച പേരാണ് ഹോമോ ഹൈഡൽബെർജിൻസിസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ഹൈഡൽബെർജിൻസിസ് എന്ന് പറയുന്നത് ഒരു സ്പീഷ്യസാണ്, ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ പേര് ഉരുത്തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോസിൽസ് വെർ ഫൗണ്ട് ഇൻ ഹൈഡൽബർഗ്, എ സിറ്റി ഇൻ ജർമ്മനി. ജർമ്മനിലെ ഒരു സിറ്റി ആയിരുന്ന ഹൈഡൽബർഗിൽ നിന്നാണ് ആദ്യമായിട്ട് എന്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്? ഈ പറയുന്ന ജീവവർഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഏത് പേരിൽ വിളിച്ചു? ഹൈഡൽബെർജിൻസിസ് എന്ന പേരിൽ വിളിച്ചു. ദോസ് ഫൗണ്ട് ഇൻ ദ നിയാൻഡറൽ വാലി വേർ കാറ്റഗറൈസ്ഡ് ആസ് ഹോമോ നിയാൻഡർതാലിസ്റ്റ്. അതോടൊപ്പം തന്നെ ജർമ്മനിലെ നിയാൻഡർതാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ഒരു അവശിഷ്ടങ്ങളെ നമ്മൾ ഏത് പേര് വിളിച്ചു? ഹോമോ നിയാൻഡർതാലിസ്റ്റ് എന്ന പേരിൽ വിളിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രദേശങ്ങൾ വെച്ചിട്ടോ അതല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ വെച്ചോ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടോ ഒക്കെയാണ് നമ്മൾ എന്തൊരു സ്പീഷ്യസിന് അവരുടെ പേര് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ലാറ്റിൻ ഗ്രീക്ക് വാക്കുകളാണ് ഇതിനു വേണ്ടിയിട്ട്